കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ബാക്കി ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഇന്ന് പണ്ഡിറ്റ് കെ പി കറുപ്പൻ. കവിയും നാടകകൃത്തുമായ അദ്ദേഹം പിന്നോക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് അരയ സമാജം. അടുത്ത നവോത്ഥാന നായകനാണ് വി ടി ഭട്ടതിരിപ്പാട്. നമ്പൂതിരി സമുദായ പരിഷ്കർത്താവ്, സാമൂഹിക പ്രവർത്തകൻ, എഴുത്തുകാരൻ എന്നീ നിലകളിൽ അറിയപ്പെട്ടു. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം അദ്ദേഹം രചിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് യോഗക്ഷേമ സഭ. വാഗ്ഭടാനന്ദൻ യുക്തിയിൽ അധിഷ്ഠിതമായ വിമർശന ചിന്തയെ പ്രോത്സാഹിപ്പിച്ചു. ആചാരങ്ങളെ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമാണ് ആത്മവിദ്യാ സംഘം. ദാക്ഷായണി വേലായുധൻ, പാർവതി നെന്മേനി മംഗലം, ആര്യ പള്ളം, കാളിക്കുട്ടി ആശാത്തി തുടങ്ങിയവർ സ്ത്രീകളുടെ സാമൂഹിക ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ചു. സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കാൻ അവകാശം നൽകിയ തിരുവിതാംകൂർ മഹാരാജാവാണ് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഇതിന് കാരണമായ സമരമാണ് മേൽമുണ്ട് സമരം അഥവാ ചാന്നാർ ലഹള. 1859 ജൂലൈ 26 ഉത്രം തിരുനാൾ ഈ വിളംബരം പുറപ്പെടുവിച്ചത്. അടുത്തത് വൈക്കം സത്യാഗ്രഹം. ദേശീയ പ്രസ്ഥാനം ശക്തമാകുന്ന വേളയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി കേരളത്തിൽ നടന്ന പ്രധാന സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ജനവിഭാഗങ്ങളെ സഞ്ചരിക്കാൻ അനുവദിച്ചിരുന്നില്ല. ഈ വിവേചനത്തിനെതിരെ 1924 മാർച്ച് 30 സത്യാഗ്രഹം ആരംഭിച്ചു. ടി കെ മാധവൻ, കെ കേളപ്പൻ, കെ പി കേശവമേനോൻ തുടങ്ങിയവരാണ് ഈ സത്യാഗ്രഹം നയിച്ചത്. വൈക്കം സത്യാഗ്രഹം മഹാത്മാഗാന്ധിജിയുടെ മധ്യസ്ഥതയിലാണ് അവസാനിപ്പിച്ചത്. 1925 നവംബർ 23 ക്ഷേത്രത്തിൻ്റെ 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകളിൽ ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും തുറന്നുകൊടുത്തു. വൈക്കം സത്യാഗ്രഹത്തോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ വൈക്കത്തു നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ സംഘടിപ്പിച്ചു. ഇതാണ് സവർണജാഥ എന്നറിയപ്പെടുന്നത്. ഹിന്ദു മതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രക്ഷോഭമാണ് ഇത്. ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിൽ, അതാണ് ഗുരുവായൂർ സത്യാഗ്രഹം. കെ കേളപ്പൻ, മന്നത്ത് പത്മനാഭൻ എന്നിവരുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് 1931 നവംബർ 1 സത്യാഗ്രഹം ആരംഭിച്ചു. സമരത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റനായ എ കെ ഗോപാലനെയും പി കൃഷ്ണപിള്ളയെയും സത്യാഗ്രഹത്തെ എതിർത്തവർ ക്രൂരമായി മർദ്ദിച്ചു. കെ കേളപ്പൻ ക്ഷേത്രത്തിനു മുന്നിൽ മരണം വരെ ഉപവാസം തുടങ്ങിയതോടെ അനേകം ആളുകളാണ് അദ്ദേഹത്തിന് പിന്തുണയുമായി നാനാദേശങ്ങളിൽ നിന്നും എത്തിയത്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് ഒടുവിൽ ഉപവാസം അവസാനിപ്പിച്ചത്. 1936 നവംബർ 12 തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചു. ഇതിലൂടെ തിരുവിതാംകൂറിലെ ക്ഷേത്രങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി തുറന്നുകൊടുത്തു. ഗാന്ധിജി ഈ വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നാണ് വിശേഷിപ്പിച്ചത്. അടുത്തത് പാല്യം സത്യാഗ്രഹം. അയിത്തോച്ചാടനത്തിനായി കേരളത്തിൽ നടന്ന മറ്റൊരു സമരമായിരുന്നു 1947-48 പാല്യം സത്യാഗ്രഹം. ഈ സത്യാഗ്രഹത്തിൽ പി കേശവൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകിയ സത്യാഗ്രഹത്തെ നേരിടാൻ സർക്കാർ അറസ്റ്റും മർദ്ദനമുറകളും പ്രയോഗിച്ചു. 1948 കൊച്ചിയിലെ മുഴുവൻ ക്ഷേത്രങ്ങളും ജാതി ഭേദമന്യേ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തു. ഇതോടെ
പാലിയം റോഡിലൂടെയുള്ള സഞ്ചരിക്കാനുള്ള നിയന്ത്രണം ഇല്ലാതായി. 1930 ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി നടന്ന ജാഥയിൽ ആലപിക്കാൻ അംശി നാരായണപിള്ള എഴുതിയ വരികളാണ് വരിക വരിക സഹചരേ. കേരളത്തിൽ എന്നതുപോലെ തന്നെ ദേശീയ തലത്തിലും കോൺഗ്രസ് ശ്രദ്ധേയമായ മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു. സി ശങ്കരൻ നായരും ബാരിസ്റ്റർ GP പിള്ളയും ആയിരുന്നു ഇവരിൽ പ്രധാനപ്പെട്ടവർ. മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ രൂപീകരണവും ലീഗിൻ്റെ പ്രവർത്തനങ്ങളും ദേശീയ പ്രസ്ഥാനത്തെ ചലിപ്പിച്ചു. ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് വലിയ പിന്തുണയാണ് മലബാറിലെങ്ങും ലഭിച്ചത്. സമരത്തിൻ്റെ ഭാഗമായി ജനങ്ങൾ വിദേശ നിർമ്മിത വസ്തുക്കളും കോടതികൾ, വിദ്യാലയങ്ങൾ മുതലായ സർക്കാർ സ്ഥാപനങ്ങളും ബഹിഷ്കരിച്ചു. സി കുഞ്ഞിരാമമേനോൻ, കെ കേളപ്പൻ, യു ഗോപാലമേനോൻ, KP കേശവമേനോൻ, മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ്, ഇ മൊയ്തു മൗലവി, മൊയ്യാരത്ത് ശങ്കരൻ തുടങ്ങിയവരാണ് പ്രധാന നേതാക്കൾ. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം മലബാറിലെ പയ്യന്നൂർ ആയിരുന്നു. കെ കേളപ്പൻ ആണ് സത്യാഗ്രഹം നയിച്ചത്. 1920 ഗാന്ധിജിയും മൗലാന ഷൗക്കത്ത് അലിയും നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തിൻ്റെ പ്രചരണാർത്ഥം കോഴിക്കോടെത്തി. 1920 ഗാന്ധിജിയുടെ ആദ്യ കേരള സന്ദർശനമായിരുന്നു ഇത്. മലബാർ കലാപകാലത്തുണ്ടായ ദാരുണ സംഭവമാണ് വാഗൺ കൂട്ടക്കൊല. ബ്രിട്ടീഷ് പോലീസ് ഓഫീസർ ഹിച്ച്കോക്കിൻ്റെ മേൽനോട്ടത്തിൽ 100ഓളം തടവുകാരെ തിരൂരിൽ നിന്ന് മലബാറിന് പുറത്തുള്ള ജയിലിലേക്ക് കൊണ്ടുപോകാൻ കാറ്റും വെളിച്ചവും കടക്കാത്ത ചരക്ക് തീവണ്ടിയിൽ കയറ്റി യാത്രാമധ്യേ ശ്വസിക്കാൻ വായുവോ കുടിക്കാൻ വെള്ളമോ കിട്ടാതെ ബോഗിയിൽ വെച്ച് പകുതിയിലധികം പേരും മരണപ്പെട്ടു. ഇതാണ് വാഗൺ കൂട്ടക്കൊല. മലബാറിലെ ബ്രിട്ടീഷ് വിരുദ്ധ ജന്മിവിരുദ്ധ പ്രക്ഷോഭമായിരുന്നു മലബാർ കലാപം. നിസ്സഹകരണ ഖിലാഫത്ത് പ്രസ്ഥാനവും നിസ്സഹകരണ ഖിലാഫത്ത് സമരത്തോടൊപ്പം നേരത്തെ തന്നെ മലബാറിൽ സജീവമായിരുന്നു കുടിയാൻ പ്രസ്ഥാനവും. ഇവ ചേർന്നപ്പോൾ മലബാർ കലാപമായി പരിണമിച്ചു. 1921 ഏറനാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലാണ് മലബാർ കലാപം വ്യാപിച്ചിരുന്നത്. ജന്മിമാരും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും കലാപത്തിൽ ഏർപ്പെട്ട കർഷകരും ഉൾപ്പെടെ നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചു. മലബാർ സ്പെഷ്യൽ പോലീസിനെയും പട്ടാളത്തെയും ഉപയോഗിച്ച് ബ്രിട്ടീഷ് ഗവൺമെൻറ് കലാപം അടിച്ചമർത്തി. മലബാർ കലാപത്തിന് നേതൃത്വം നൽകിയവരിൽ പ്രമുഖരായിരുന്നു അലി മുസ്ലിയാർ, വാരിയം കുന്നത്ത് മുഹമ്മദ് ഹാജി, MP നാരായണ മേനോൻ എന്നിവർ. പൂക്കോട്ടൂരിലെ ഖിലാഫത്ത് കമ്മിറ്റി സെക്രട്ടറിയായിരുന്നു വടക്കേ വീട്ടിൽ മുഹമ്മദ്. അദ്ദേഹത്തെ മോഷണക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യാൻ ബ്രിട്ടീഷ് പോലീസ് ശ്രമിച്ചതിനെ തുടർന്ന് ആദ്യം തിരൂരങ്ങാടിയിലും പിന്നീട് പൂക്കോട്ടൂരിലും പാണ്ടിക്കാട്ടിലും ബ്രിട്ടീഷ് പോലീസും ജനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായി. മലബാർ കലാപ സമയത്ത് നടന്ന സംഭവങ്ങൾ ആയിരുന്നു ഇവയെല്ലാം. 1942 ആഗസ്റ്റ് 9 അഖിലേന്ത്യാ വ്യാപകമായി ആരംഭിച്ച ക്വിറ്റ് ഇന്ത്യ സമരത്തെ തുടർന്ന് ഗാന്ധിജി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ മറ്റ് ഗാന്ധിയൻ സമരങ്ങളിൽ നിന്ന് വിഭിന്നമായി അക്രമ സ്വഭാവത്തോടെയുള്ള സമരമായി ഇതു മാറി. കേരളത്തിൽ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ മേഖലകളിൽ സ്ത്രീകളും വിദ്യാർത്ഥികളും അടക്കമുള്ള ജനവിഭാഗങ്ങൾ സമരത്തിൽ സജീവമായി പങ്കെടുത്തു. ഇതിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവമാണ് കീഴരിയൂർ ബോംബ് കേസ്. ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്തുള്ള കീഴരിയൂരിൽ വെച്ച് ഒരു വിഭാഗം സമരക്കാർ ബോംബ് നിർമ്മിച്ചു. 1942 നവംബർ 17 ആയിരുന്നു ബ്രിട്ടീഷുകാരെ വിറപ്പിച്ച സ്ഫോടനങ്ങൾ നടന്നത്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച ഡോക്ടർ KB മേനോൻ ഉൾപ്പെടെയുള്ളവരെ ബ്രിട്ടീഷ് പോലീസ് പിടികൂടി കഠിന തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. തൃശ്ശൂരിലെ ഇലക്ട്രിസിറ്റി സമരം. വൈദ്യുതി വിതരണ ചുമതല ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാൻ കൊച്ചിയിലെ ദിവാനായ RK ഷൺമുഖം ചെട്ടി തീരുമാനിച്ചു. ഇതിനെതിരെ 1936 ജനകീയ പ്രക്ഷോഭം ഉണ്ടായി.
കൊച്ചി രാജ്യ പ്രജാമണ്ഡലം. ഉത്തരവാദ ഭരണം നേടുക എന്ന ലക്ഷ്യത്തോടെ 1941 കൊച്ചി രാജ്യ പ്രജാമണ്ഡലം എന്ന പേരിൽ ഒരു സംഘടന രൂപീകൃതമായി. ഇക്കണ്ട വാര്യർ, പനമ്പിള്ളി ഗോവിന്ദമേനോൻ, വി.ആർ. കൃഷ്ണനെഴുത്തച്ഛൻ എന്നിവർ പ്രജാമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഉത്തരവാദ ഭരണം ലഭിക്കുന്നതിന് വേണ്ടി ദേശവ്യാപകമായി സമരം നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. 1946 ജൂലൈ 29 ഉത്തരവാദിത്ത ഭരണദിനമായി ആചരിക്കുകയുമുണ്ടായി. പിൽക്കാലത്ത് പ്രജാമണ്ഡലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ലയിച്ചു. ഇക്കണ്ട വാര്യർ പ്രധാനമന്ത്രിയായി കൊച്ചിയിൽ ആദ്യത്തെ കോൺഗ്രസ് മന്ത്രിസഭ അധികാരമേറ്റു. ആദ്യകാല പ്രക്ഷോഭങ്ങളായിരുന്നു മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും. അതിൽ മലയാളി മെമ്മോറിയൽ: തിരുവിതാംകൂറിലെ സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യം. 1891 ജനുവരി 1 ഈ ആവശ്യം ഉന്നയിച്ച് ജനങ്ങൾ ഒപ്പിട്ട നിവേദനം മഹാരാജാവിന് സമർപ്പിച്ചു. ഇതിന് നേതൃത്വം നൽകിയത് G.P. പിള്ള. ഈഴവ മെമ്മോറിയൽ: സർക്കാർ സർവീസിൽ ഈഴവ സമുദായത്തിന് മതിയായ പ്രാതിനിധ്യം നൽകണമെന്നാണ് ആവശ്യം. 1896 സെപ്റ്റംബർ 3 ഈഴവ സമുദായ അംഗങ്ങൾ ഒപ്പിട്ട നിവേദനം മഹാരാജാവിന് സമർപ്പിച്ചു. ഇതിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു. അടുത്തത് നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂറിൽ നടന്ന ശക്തമായ ഒരു രാഷ്ട്രീയ പ്രക്ഷോഭമായിരുന്നു 1932 നിവർത്തന പ്രക്ഷോഭം. ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ വിഭാഗക്കാർ രാഷ്ട്രീയ സമിതി രൂപീകരിച്ച് സംയുക്തമായാണ് പ്രക്ഷോഭം നയിച്ചത്. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്നായിരുന്നു ആവശ്യം. പി. കേശവൻ, N. വി. ജോസഫ്, P.K. കുഞ്ഞ് എന്നിവർ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി. തിരുവിതാംകൂറിൽ ഉത്തരവാദ ഭരണത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടന്നത് തിരുവിതാൻ കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ ആയിരുന്നു. പട്ടം താണുപിള്ളയായിരുന്നു തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ്. സിവിൽ നിയമലംഘനത്തിൽ നിന്നും നിസ്സഹകരണത്തിൽ നിന്നും വേർതിരിച്ചു കാണിക്കാനാണ് പ്രക്ഷോഭത്തെ നിവർത്തനം എന്ന് വിശേഷിപ്പിച്ചത്. ഈ പേര് നൽകിയത് I.C. ചാക്കോ എന്ന ഭാഷാ പണ്ഡിതനാണ്. സ്വദേശാഭിമാനി പത്രം. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപൻ ആയിരുന്നു K. രാമകൃഷ്ണപിള്ള. സർക്കാരിൻ്റെ തെറ്റായ നയങ്ങളെയും അഴിമതികളെയും പത്രത്തിലൂടെ അദ്ദേഹം തുറന്നെതിർത്തു. തിരുവിതാംകൂർ ദിവാനായിരുന്ന P. രാജഗോപാലാചാരിയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഒരു ലേഖന പരമ്പര അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തി. ഇതിനെ തുടർന്ന് രാമകൃഷ്ണപിള്ളയെ തിരുവിതാംകൂറിൽ നിന്ന് നാടുകടത്തുകയും സ്വദേശാഭിമാനി പത്രം നിരോധിക്കുകയും ചെയ്തു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ തൽപരരായ കോൺഗ്രസ് പ്രവർത്തകർ 1934 K. കേളപ്പൻ്റെ അധ്യക്ഷതയിൽ കോഴിക്കോട് വെച്ച് യോഗം ചേർന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ളിൽ ഒരു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിക്കാൻ അവർ തീരുമാനിച്ചു. പി. കൃഷ്ണപിള്ള, E. M. ശങ്കരൻ നമ്പൂതിരിപ്പാട്, A. K. ഗോപാലൻ എന്നിവരാണ് ഈ വിഭാഗത്തെ നയിച്ചത്. പുന്നപ്ര വയലാർ സമരം. തിരുവിതാംകൂർ ദിവാനായിരുന്ന C.P. രാമസ്വാമി അയ്യരുടെ സ്വേച്ഛാധിപത്യത്തിനെതിരെയും ഉത്തരവാദ ഭരണം സ്ഥാപിക്കുന്നതിന് വേണ്ടിയും ആയിരുന്നു ഈ സമരം. ആലപ്പുഴയിലെ പുന്നപ്രയിലും വയലാറിലും നടന്ന സമരമായിരുന്നു. അതിനാൽ ഇത് പുന്നപ്ര വയലാർ സമരം എന്നറിയപ്പെടുന്നു. 1946 കർഷകരും തൊഴിലാളികളും ചേർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ ഈ സമരം നടന്നത്. മലബാറിൽ A.B. മാളുക്കുട്ടിയമ്മ, അമ്മു സ്വാമിനാഥൻ, തിരുവിതാംകൂറിൽ അക്കമ്മ ചെറിയാൻ, ആനി മസ്ക്രീൻ തുടങ്ങിയവരും ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി. സി. കുഞ്ഞിക്കാവമ്മ. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ചപ്പോൾ സ്വർണ്ണനൂലിൽ കോർത്ത ഒരു തുളസിമാല മകനെ കൊണ്ട് ഗാന്ധിജിയുടെ കഴുത്തിൽ അണിയിച്ചു. ഉപഹാരം സ്വീകരിക്കണമെങ്കിൽ ആയുഷ്കാലം മുഴുവൻ ഖാദി വസ്ത്രം മാത്രമേ ധരിക്കുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്യണം എന്ന് ഗാന്ധിജി നിർദ്ദേശിച്ചു.
ആ പ്രതിജ്ഞ ജീവിതാവസാനം വരെ പാലിക്കുകയും സമരങ്ങളുടെ ഭാഗമായി നിരവധി തവണ ജയിൽവാസം അനുഭവിക്കുകയും ചെയ്തു. 1938 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. ഹരിജനോദ്ധാരണം, ഗാന്ധി പ്രചരണം എന്നിവയിൽ സജീവമായിരുന്നു. 1921 ഒറ്റപ്പാലത്ത് നടന്ന അഖിലേന്ത്യാ പ്രാവശ്യ സമ്മേളനത്തിൽ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. 1928 ജവഹർലാൽ നെഹ്റുവിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനം ഭാവിയിൽ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഭരണഘടനയ്ക്ക് രൂപം കൊടുക്കുമ്പോൾ കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്നാവശ്യപ്പെട്ടു. 1949 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും സംയോജിപ്പിച്ച് തിരുകൊച്ചി രൂപീകരിച്ചു. കേരള സംസ്ഥാനം എന്ന ലക്ഷ്യത്തിലേക്ക് ഉള്ള ചുവടുവെപ്പായിരുന്നു ഇത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ പുനഃസംഘടിപ്പിക്കുന്നതിനായുള്ള ഫസൽ അലി കമ്മീഷൻ രൂപീകൃതമായി. കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം മലബാറിനെയും കൊച്ചിയെയും സംയോജിപ്പിച്ചുകൊണ്ട് 1956 നവംബർ 1 കേരള സംസ്ഥാനം നിലവിൽ വന്നു. തിരുവിതാംകൂറിൻ്റെ ഭാഗമായിരുന്ന തോവള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നീ താലൂക്കുകൾ മദുരാശി സംസ്ഥാനത്തോട് ചേർത്തു. അതായത് ഇന്നത്തെ തമിഴ്നാട്. ഓക്കെ, താങ്ക് യു.